നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. LBS വഴി കോളേജുകൾ ഓപ്ഷൻസ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യമാണ്. അത് LBSൻ്റെ നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യമാണ്. ഞാൻ ജസ്റ്റ് പറയുന്നതാണ്. ഓൺലൈനായിട്ട് ആപ്ലിക്കൻ്റ് ആദ്യം തന്നെ ഇത് അപ്ലൈ ചെയ്യുന്ന ഓപ്ഷനിൽ 3 റെഗുലർ ഓൺലൈൻ അലോട്ട്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. അപേക്ഷകർ 1-ാം ഘട്ടത്തിൽ സമർപ്പിക്കുന്ന കോഴ്സ് അല്ലെങ്കിൽ കോളേജ് ഓപ്ഷൻ 3-ാം ഘട്ടത്തെ അലോട്ട്മെൻറ്റ് വരെ പരിഗണിക്കാവുന്നതാണ്. റെഗുലർ അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം വരുന്നത് സ്പോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളാണ്. ഓരോ സ്പോട്ട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളും പ്രത്യേകമാണ്. ഓരോ സ്പോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനെയും പങ്കെടുക്കണമെങ്കിൽ ഓരോന്നിനും രജിസ്റ്റർ ചെയ്യണം. ഒരു സ്പോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ആപ്ലിക്കൻ്റ് സമർപ്പിക്കുന്ന ഓപ്ഷൻസ് ആ അലോട്ട്മെൻറ്റ് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഒരു ആപ്ലിക്കൻ്റ് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് കോഴ്സ് അല്ലെങ്കിൽ കോളേജ് ഓപ്ഷൻ അത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കോളേജ് ലിസ്റ്റിലുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സീറ്റുകളുടെ എണ്ണം, മെറിറ്റ് സീറ്റ്, മാനേജ്മെൻറ്റ് സീറ്റ്, NRI കോട്ട സീറ്റ് എന്നിവ മനസ്സിലാക്കേണ്ടതാണ്. അപേക്ഷകന് താല്പര്യമുള്ള എല്ലാ കോഴ്സുകളും കോളേജുകളും ആദ്യഘട്ടത്തിൽ തന്നെ ഓപ്ഷൻസ് ആയിട്ട് നൽകാവുന്നതാണ്. 1-ാം ഘട്ട അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് കോളേജ് ഓപ്ഷൻ സമർപ്പിക്കുമ്പോൾ കോളേജ് ലിസ്റ്റിൽ നൽകിയിരിക്കുന്ന കോളേജിൽ ഏതൊക്കെ കോഴ്സിന് കോളേജിൽ ചേരാൻ ആഗ്രഹിക്കുന്നുവോ അതിൻ്റെ മുൻഗണനാ ക്രമത്തിൽ ഓപ്ഷൻസ് കൊടുക്കുക. ആദ്യഘട്ടത്തിൽ ഓപ്ഷൻ നൽകാൻ വിട്ടുപോയ കോളേജുകൾ പിന്നീട് 2-ാം അലോട്ട്മെൻറ്റിനോ 3-ാം അലോട്ട്മെൻറ്റിനോ ഓപ്ഷൻസ് ഉൾപ്പെടുത്താൻ കഴിയില്ല. എന്നാൽ അപ്ലൈ ചെയ്ത ഓപ്ഷനുകളുടെ ക്രമം മാറ്റുന്നതിനോ എന്തെങ്കിലും കോളേജ് അത് ഡിലീറ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മാറ്റം വരുത്തുന്നതിനോ ഓരോ അലോട്ട്മെൻറ്റിന് ശേഷം അനുവദിക്കുന്ന സമയപരിധിക്കുള്ളിൽ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം പുതുതായിട്ട് ചേർക്കപ്പെട്ട കോളേജ് മാത്രമേ അപേക്ഷാർത്ഥി നിലവിൽ സമർപ്പിക്കപ്പെട്ട ഓപ്ഷനുകളുടെ കൂടെ കൂട്ടിച്ചേർക്കാൻ സാധിക്കത്തുള്ളൂ. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റിൽ ലഭിക്കുകയോ അത് സ്വീകരിക്കുന്നതിനായിട്ട് ടോക്കൺ ഫീസ് ചെല്ലാൻ മുഖേനയോ ഓൺലൈനായിട്ട് നിശ്ചിത സമയത്തിനുള്ളിൽ ഫീസ് അടയ്ക്കണം. ഫീസ് അടച്ചതിൻ്റെ ഓൺലൈൻ രസീത് അല്ലെങ്കിൽ ചെല്ലാൻ അപേക്ഷകന് ലഭിക്കുന്നതാണ്. ഫീ അടയ്ക്കാത്തവരുടെ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതിനാൽ ഫീ അടയ്ക്കാത്തവരെ 2ഉം 3ഉം അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നതല്ല. അവർക്ക് പിന്നീട് സ്പോട്ട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ മാത്രമേ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം അവർക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ് സാറ്റിസ്ഫൈഡ് ആവുകയും ഹയർ ഓപ്ഷൻസ് പരിഗണിക്കാവുന്നതും ഉണ്ടെങ്കിൽ ബാക്കി ഓപ്ഷൻസുകളിൽ അത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ബാക്കി ഓപ്ഷൻസ് ഡിലീറ്റ് ആക്കിയില്ലെങ്കിൽ അടുത്ത ഘട്ട അലോട്ട്മെൻറ്റിൽ കിട്ടുന്ന കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. ഹയർ ഓപ്ഷൻസ് പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ അത് നിലനിർത്തുകയും വേണം. 3-ാം ഘട്ട അലോട്ട്മെൻറ്റിന് ശേഷം കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട്. അലോട്ട്മെൻറ്റ് മെമ്മോ 3-ാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം അപേക്ഷകൻ്റെ ഹോം പേജിൽ ലഭ്യമാകും. LBS സെൻറ്ററിൽ അടച്ച തുകയുടെ ബാക്കി തുക ഫീസ് ഇനത്തിൽ കോളേജിൽ അടയ്ക്കേണ്ടി വരും. കോളേജിൽ ചേർന്നില്ലെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടും. പിന്നീട് അവർക്ക് സ്പോട്ട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. അതിൽ അലോട്ട്മെൻറ്റിൽ ലഭിക്കുകയാണെങ്കിൽ LBS സെൻറ്ററിൽ അടച്ച തുക ആ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. സ്പോട്ട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അലോട്ട്മെൻറ്റിൽ ലഭിച്ചാൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അഡ്മിഷൻ എടുക്കാത്തവരെ പിന്നീടുള്ള അലോട്ട്മെൻറ്റിൽ പങ്കെടുപ്പിക്കത്തില്ല. കോളേജ് അഡ്മിഷൻ എടുത്ത അപേക്ഷാർത്ഥികൾക്ക് സ്പോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് NOC നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുണ്ട്. അവർക്ക് സ്പോട്ട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വഴി അലോട്ട്മെൻറ്റിൽ കിട്ടിയാൽ നേരത്തെ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അവർ പുതുതായിട്ട് ലഭിച്ച കോളേജിൽ നിശ്ചിത തീയതിക്കുള്ളിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. 1-ാം ഘട്ട അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ 18-ന് രാവിലെ 10 മണി വരെയാണ് ഉള്ളത്. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും നോട്ടിഫിക്കേഷനും കോളേജ് ഡീറ്റെയിൽസും കോഴ്സ് ഡീറ്റെയിൽസിനുമായിട്ട് താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.